കരൂർ അപകടത്തിന് പിന്നിൽ ഗൂഢാലോചന എന്ന ടി.വി.കെ മദ്രാസ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ഇക്കാര്യങ്ങൾ ആരോപിക്കുന്നത്. പര്യടനത്തിനിടെ വിജയ്ക്ക് നേരെ കല്ലെറിഞ്ഞെന്നും CCTV ദൃശ്യങ്ങൾ സംരക്ഷിക്കണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട്. ഈ ഒരു കരൂർ അപകടത്തിൽ ഇപ്പോൾ ഗൂഢാലോചന ആരോപിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കാരണം ടി.വി.കെ രാവിലെ മുതൽ തന്നെ അവർ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് സംബന്ധിച്ച് വലിയ ആലോചനകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. വിജയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഒരു ഓൺലൈൻ യോഗം, ആ യോഗത്തിന് ശേഷം ആണ് ഒരു ഹർജി ഹൈക്കോടതിയിൽ നൽകാൻ തീരുമാനിച്ചത്. അത് ജസ്റ്റിസ് ദണ്ഡപാണിയുടെ വീട്ടിലെത്തി നൽകുകയാണ് ചെയ്തത്. അതിലാണ് ഇപ്പോൾ ഒരു ഗൂഢാലോചന ആരോപണം നടത്തിയിരിക്കുന്നത്. ടി.വി.കെ ഗൂഢാലോചന ആരോപിക്കുകയാണ്. അതായത് ഇന്നലെ നടന്ന സംഭവത്തിൽ ടി.വി.കെ പ്രവർത്തകരല്ലാതെ ചിലർ എത്തി വിജയ്ക്ക് നേരെ കല്ലെറിഞ്ഞിട്ടുണ്ട് എന്നതടക്കമുള്ള ആരോപണം അവർ ഈ ഹർജിയിൽ പറയുന്നുണ്ട്. തങ്ങളുടേതല്ലാത്ത ചില ഇടപെടലുകൾ ഈ റാലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായി, ഈ പര്യടന സമയത്തുണ്ടായി, ഈ സമ്മേളന വേദിയിൽ അല്ലെങ്കിൽ ഈ പ്രസംഗ വേദിയിൽ ഉണ്ടായി. അപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം വേണം. അതിനെ CBI അന്വേഷിക്കണം, അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണം എന്നുള്ള ഒരു കാര്യമാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ടി.വി.കെ ഉന്നയിക്കുന്നത്. അവർ ആ തരത്തിലേക്ക് അവരുടെ ആവശ്യം മാറ്റിയിരിക്കുന്നു. അത്തരത്തിൽ ഇതിനെ പ്രതിരോധിക്കാൻ കൂടിയാണ് ടി.വി.കെ ശ്രമിക്കുന്നത്. അതായത് പുറത്തു നിന്നുള്ള ഒരു ഇടപെടൽ ഉണ്ടായി, ഒരു ഗൂഢാലോചന ഉണ്ടായി, അങ്ങനെയാണ് ഇങ്ങനെ വലിയൊരു അപകടം ഉണ്ടായത്, 39 പേർ മരിച്ചൊരു അപകടം ഉണ്ടായത് എന്ന തരത്തിലേക്ക് ടി.വി.കെ തങ്ങളുടെ വാദം മാറ്റുകയാണ്. അതായത് തങ്ങളുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല പിഴവുകൾ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ പുറത്തുനിന്ന് കരുതിക്കൂട്ടി ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകാൻ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് എന്ന തരത്തിലേക്ക് ടി.വി.കെ തങ്ങളുടെ ആരോപണം മാറ്റുകയാണ്.